ഇതൊന്ന് കഷായമാണ് ഉണ്ടായി, ഭയങ്കര കയ്പ്. ഞാൻ വെച്ചോണ്ട് പറയല്ല, തീരെ മോശം. ഇഡ്ഡലി നല്ലതാ. ഒന്നുകൂടെ പല കരിഞ്ജീരകം അബദ്ധം പറ്റി മേടിച്ചത്. ഞാനും ജീരകമാണെന്ന് കരുതി മേടിച്ചത്. നീ കേട്ടോ? പിന്നെ അവള് നല്ല പൂര ഉറക്കമായിരുന്നു. ഞാൻ എടുത്ത് വെച്ചായിരുന്നു. പോടുന്നു മോളോ, പോകാറേ. നമ്മൾ ഇതിലേക്ക് കുറച്ച് ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. ബീഫ് വിത്ത് എല്ല്. എല്ല് ബീഫ് വിത്ത് എല്ലെന്ന് പറയല്ലേ, എല്ല് മാത്രമേ ഉള്ളൂ. എന്താണ്? കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കണം. പിന്നെ ലാസ്റ്റ്
ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില വേണ്ട, ഓഫ് കോഴ്സ് അവിടെ വെച്ചിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കാണ്. നീ എന്താ ഉപ്പില്ല? എല്ലും കപ്പയും, കുറച്ച് ഉപ്പ്. ഇത് യൂട്യൂബ് റെസിപ്പിയാണോ അതോ നിന്റെ സ്വന്തം റെസിപ്പിയാണോ? ഇത് ആദ്യം എൻ്റെ റെസിപ്പി ആയിരുന്നു, പിന്നെ ആദ്യം യൂട്യൂബിന്റെ ആയിരുന്നു, പിന്നെ ഞാൻ എന്റേതാക്കി. യെസ്. ഇനിയും 1 സ്പൂൺ എണ്ണ, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിന് എണ്ണ ഒഴിക്കുന്നത് അറിയത്തില്ല ഇല്ലേ? ചുമ്മാ എല്ലാരും ഒഴിച്ചു, അതുകൊണ്ട് ഞാനും ഒഴിച്ചു. അല്ല, ടേസ്റ്റിന് അത് ലാസ്റ്റ് നമ്മൾ എണ്ണയിലിട്ട് വഴറ്റില്ല, വെളിച്ചെണ്ണയിലും ഉണ്ടാക്കത്തുള്ളൂ. അങ്ങനെയുണ്ട്. ഉപ്പിട്ടു, പിന്നെ ഉപ്പിട്ടു. ഇനി കുറച്ച് മസാല ആഡ് ചെയ്യാം. മഞ്ഞപ്പൊടി, ഗരം മസാല ഇട്ടോ? മഞ്ഞപ്പൊടി ആവശ്യത്തിന്. ഗരം മസാല പൊടിച്ചിട്ടില്ല. മീറ്റ് മസാല എന്തെങ്കിലും മതി? ഇല്ല, നമ്മള് മസാല മേടിക്കാറില്ലല്ലോ. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി 2 സ്പൂണ്. മുളക് പൊടി ഒരു 2 സ്പൂണ്. എന്താണ് നോക്കുന്നത്? മസാല ഇത്ര മിക്സുകൾ നല്ലോണം ബീഫായിട്ട് മിക്സ് ചെയ്യുക. ഇഡലി പാത്രം അടച്ചില്ല. ശരിക്കും പറഞ്ഞത് കൈ ഇട്ടിങ്ങനെ ആക്കുക വേണ്ട. പക്ഷെ എല്ല് എന്റെ കൈ കുത്തി കയറുമെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ നീ ഒരു പ്രാവശ്യം നാട്ടിൽ നമ്മൾ പോയ സമയത്ത് മട്ടൺ ഉണ്ടാക്കിയില്ലേ? അടിപൊളിയായിരുന്നു. എനിക്ക് ഒരു വിഭവം മാത്രമല്ല, എനിക്ക് കൂടുതൽ വിഭവങ്ങൾ അറിയാം. പിന്നെ സാമ്പാർ വെച്ച സൂപ്പാകും, ബിരിയാണി വെച്ച കഞ്ഞിയാകും. പറ, വെറൈറ്റി അല്ലേ? ഞാൻ പറഞ്ഞത് വെറൈറ്റി. ഇന്നുവരെ കഴിച്ചില്ലാത്ത ടേസ്റ്റ് എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. അതെനിക്ക് സാധിക്കുന്നുമുണ്ട്. നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുമോ? ഇത് മൊത്തം എല്ലാണ്. അപ്പൊ ഇതിൽ നിന്ന് വെള്ളമൊന്നും വാർന്നു വരാൻ ചാൻസ് കുറവായിട്ടുണ്ട്. മൂടി വെക്ക. കുരുമുളക് ഇട്ടില്ലല്ലോ? കുരുമുളക് പിന്നിട്ടാ പോരെ? അതെയോ? ഉണ്ടോ? അതെ, കപ്പ വേവിക്കാൻ വെക്കാം. വെള്ളം ഒഴിച്ചു. അതിലേക്ക് കപ്പ, അരിഞ്ഞ കപ്പ ഇട്ട് കൊടുത്തു. നനഞ്ഞ കപ്പയോ? അരിഞ്ഞ കപ്പ. ശരിക്കും നനഞ്ഞ കപ്പ. അതെ, വെള്ളത്തിലിട്ട് നനയിച്ച് കുതിർത്തെടുത്ത കപ്പ. അത് വാട്ടുകപ്പയല്ലേ കുതിർത്തെടുക്കുന്നത്? പച്ചക്ക് വേണ്ട വെള്ളത്തിൽ ഇടാൻ പാടില്ലേ? ഇല്ല. പിന്നെ എങ്ങനെയാടി കഴുകണ? തുടച്ചെടുക്കണം. അങ്ങനെ കപ്പ ഇനി ഉപ്പിട്ട ശേഷം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്ക. ശരിക്കും ഞങ്ങളുടെ അവിടെയൊക്കെ ഇല്ലേ കപ്പ തിളച്ചതിന് ശേഷം ഉപ്പിടുന്നത്. ഞങ്ങളവിടെ നേരെ തിരിച്ച. വിസിൽ വന്നു? ഒരു വിസിൽ വന്നില്ലേ? ഒരു വിസിൽ വന്നു. കപ്പ തിളച്ചില്ല. കപ്പ തിളക്കട്ടെ. നന്നായിട്ട് കഴിയുന്ന കപ്പയാണ്, നല്ല ടേസ്റ്റ് ഈ കപ്പയ്ക്ക്. നീ ഇന്നലെ മേടിച്ച ശ്രീലങ്കൻ കപ്പയാ? അന്ന് നമ്മൾ മേടിച്ചത് ഇന്ത്യൻ ആയിരുന്നു. തീർന്നത്. ഇത് അപ്പൊ അന്നത്തെ കപ്പയ്ക്ക് പക്ഷെ ഒരു ചെറിയ മധുരം ഉണ്ടായിരുന്നു അല്ലേ?
ബദാം തീർന്നോ? പപ്പേ അത് ഭംഗിയായിട്ട് ചെയ്യിപ്പോ. എന്തോ ബീഫിന്റെ രസ് ഉപ്പുണ്ടോ നോക്കാം. ഞാൻ വെച്ചോണ്ട് പറയല്ല, തീരെ മോശം. അയ്യോ ഇതെന്താ കഷായം ഉണ്ടായി? ഭയങ്കര കയ്പ്. കയ്പോ? അതെങ്ങനെ? അതറിയില്ല. നീ എന്താ സാരമില്ല, ഇട്ടേ? നമുക്ക് പൊടിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ പൊടിക്ക അറിയാവുന്നുണ്ട്. എന്ത് ഇതൊക്കെ വീഡിയോ എടുത്തില്ല? നിങ്ങൾ എന്റെ വീഡിയോ എടുക്കാണോ? ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ? ഫിലിം സ്റ്റാർ അല്ലേ, ചോദിക്കണം കേട്ടോ. അനുവാദം ചോദിച്ചിട്ട് എടുക്കാം. ആൾക്കല്ല അരിഞ്ഞിട്ടോ വരാൻ. എന്നാലും സാറില്ല, നമുക്ക് കഴിവുള്ളോണ്ട് പൊടിക്കൊക്കെ അറിയാവുന്നോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മസാലയൊക്കെ മാറ്റിയിട്ട് വേണമെങ്കിൽ കഴിഞ്ഞിട്ടാലോ. രണ്ടു മൂന്ന് കിഴങ്ങും. കയ്പ് പറയാറ് അല്ല, കഴിക്കാൻ നീ എന്താ ഇട്ടത് അതിനകത്ത്? ഉലുവപ്പൊടി ഇട്ടോ? ഉലിയോ? ഈ പിന്നെ എന്റെ പൊന്നോ, മനുഷ്യനിവിടെ നിന്നോടാര് പറഞ്ഞു അടുപ്പ് ഇങ്ങനെ മാറ്റാന്? കപ്പ വെന്തു. ഓക്കെ, അതെനിക്കറിയാം. ഞാൻ അത് നീ പറയാം. ഊറ്റ്, ഞാൻ ഊറ്റി തരണോ? ആര് മെയിൻ ഷെഫ് ആരാ? ഞാനല്ലേ പറയണ ഊറ്റാൻ? ആരോടാ ഊറ്റാൻ പറഞ്ഞു? നിന്റെ അടുത്ത് മെയിൻ ഷെഫ് ആരാണെന്നാ ഇപ്പൊ പറഞ്ഞത്? മെയിൻ ഷെഫ് ഞാൻ തന്നെ. അപ്പൊ അങ്ങ് തന്നെ ചെയ്താ മതി. നീ ഹെൽപ്പറാണ്. നോ ഹെൽപ്പ്. ഞാൻ എന്താ ഓണത്തിന് ഇവിടെ സദ്യയൊക്കെ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നത്, നീ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഇല്ല. ഇനി 10 വർഷത്തേക്ക് ഇനി അത് മതി. ഞാൻ തന്നെ കേൾക്കണമല്ലോ ഇനി. എന്നെ ഹെൽപ്പ് ചെയ്യാറില്ലല്ലോ. ശരിയാ. എന്ത് ചെയ്യണം ഇല്ലേ? എന്ത് ചെയ്യണോ? ആ ഫ്ലോ അങ്ങ് പോയി. ഇതിങ്ങനെ കയ്യിൽ ഊറ്റിയാ മതിയല്ലോ. എന്താ ചെയ്യാൻ പോന്നേ? അങ്ങനൊന്നും അല്ല ഊറ്റുന്നേ. പിന്നെന്തോ നീ എന്താ ഊറ്റാൻ പഠിപ്പിക്ക? ഞാൻ പറഞ്ഞില്ലേ ചൂട് വരുമെന്ന്. ചൂടല്ല, ആവി. ഈ പൈപ്പൊക്കെ ഉരുകി പോകണ്ടെന്ന് വെച്ചിട്ടാ. വെള്ളം പോയില്ലേ? ഞാൻ പറയില്ലേ നല്ല ഊറ്റുന്നതെന്ന്. ഒന്നെങ്കിൽ അതിന്റെ അടപ്പ് വെച്ചിട്ട് ഊറ്റ്. ഇങ്ങനെ വെച്ചാൽ എങ്ങനെ വെള്ളം പോകുന്നത്? നീ ഒന്ന് ചരിക്ക്, അപ്പൊ നിന്റെ കൈ പൊള്ളും. പക്ഷെ ചെറുതായിട്ടൊന്ന് കൈ ലൂസാക്കി കൊടുത്താൽ മതി. തള്ളവരലില്ലേ, ഞാൻ വരാതെ കുക്കിംഗ് തുടങ്ങി. കുറച്ച് കടുക് ഇട്ടു. കടുക് ഇട്ടിട്ട് ഇതെന്തോ കാണിക്കുന്നേ? ഇത് പൊടിച്ചല്ലേ ഇടണ്ടേ? ഇത് പൊടിച്ചല്ലേ ഇടണ്ടേ? അല്ല പച്ചക്കറി ഇതുണ്ടോ? കരിവേപ്പില ഉണ്ട്. ഉപ്പ്. പപ്പ കുക്ക് ചെയ്യുക.
പപ്പ ഭയങ്കര ചെഫാണെന്നൊക്കെ പറഞ്ഞ കുക്ക് ചെയ്യാൻ കയറുന്നത്. ആദ്യമേ ബീഫ് ഫ്ലോപ്പായെന്ന് പറഞ്ഞു. ബീഫ് ഫ്ലോപ്പ് ആയി. അങ്ങനെ ഉള്ളിയൊക്കെ വഴറ്റി കഴിക്കുന്ന ബീഫ്. ഇത് നിറച്ച് വെള്ളമാണല്ലോ ഈ വെള്ളം പറ്റണ്ടേ. പിന്നെ ആ ഉള്ളി വാടിയില്ലടാ, അത് വഴണ്ടി വരണമായിരുന്നു നന്നായിട്ട്, ബ്രൗൺ കളറായിട്ട്. ഇനി എങ്ങനെ വഴന്നു? ബീഫിനല്ലേ? അല്ല അല്ല, കപ്പ ബിരിയാണി അല്ലേ, ഉള്ളി കടിക്കാൻ കിട്ടണം. അതിന് ലാസ്റ്റ് ഉള്ളി അരിഞ്ഞിടുക ചെയ്യുന്നത്. ഇല്ല, ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഫ്ലോപ്പ് ആയിട്ടുള്ള കുക്കിംഗ് അനുഭവങ്ങളുണ്ടോ? ഇത് നല്ല പാട്ടാണല്ലോ. എന്റെ അത് നശിപ്പിച്ച് കളഞ്ഞല്ല. നിന്റെ അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിന്റെ ബീഫ് കറിക്ക് എന്താ ഞണ്ട് കറിയുടെ ടേസ്റ്റ്? ഞണ്ടിന് ഉപയോഗിക്കാം, ബീഫിന് ഉപയോഗിക്കാം. സത്യമായിട്ട് ഞണ്ട് കറിയുടെ ടേസ്റ്റ്. ബീഫ് മസാല എന്ത്? ഞാൻ ഇന്നലെ ബീഫ് എങ്ങനെ ഉണ്ടാക്കി? ഞാൻ ഇന്നലെ എങ്ങനെ ബീഫ് ഉണ്ടാക്കി? അനു, നിന്റെ ഞണ്ട് കറിക്ക് എന്താണ് ചിക്കൻ കറിയുടെ ടേസ്റ്റ്? നിന്റെ ബീഫ് കറിക്ക് എന്താ ഞണ്ട് കറിയുടെ ടേസ്റ്റ്? കണ്ടോ, എനിക്കത് ബീഫ് കറി ആണെന്നേ മനസ്സിലായില്ല. ഞണ്ട് എന്തോന്ന് അതെന്നെ കറക്റ്റ് ഞണ്ട് കറിയുടെ ടേസ്റ്റ് ആണ്. ബീഫ് ഇട്ടാ ബീഫ് കറി ആണ്. അപ്പൊ മീൻ ഇട്ടാല് ചെറിയൊരു പൊടിക്കൊന്ന് മാറ്റി പിടിച്ചാല് മീൻ കറിയാണ്. അയ്യപ്പാ, എന്തോ മോനെ. അങ്ങനെ ബാക്കി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഈ കപ്പയും ബീഫും ഒക്കെ മിക്സ് ചെയ്ത് എല്ലാം കപ്പയും അല്ലെങ്കിൽ കപ്പ ബിരിയാണി റെഡിയാക്കിയിട്ടുണ്ട്. ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മല്ലി ഇലയും കുറച്ച് സവാളയൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഞാൻ കളിയാക്കിയെങ്കിലും ചില സമയത്ത് ഫ്ലോപ്പ് ആയാൽ എൻ്റെ കെട്ടിയും നല്ല സൂപ്പറായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണേ. അങ്ങനെ കഴിച്ചപ്പോൾ കഴിപ്പൊന്നും തോന്നിയില്ല. നല്ല ടേസ്റ്റുള്ള എല്ലാം കപ്പയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. പ്രത്യേകിച്ച് ചൂടോടുകൂടി കഴിച്ചുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ആ കറി ടേസ്റ്റ് ചെയ്ത സമയത്ത് ഒരു ഞണ്ടിൻ്റെ കറിയുടെ ടേസ്റ്റും ഒരു ചെറിയൊരു എനിക്ക് കയ്പ്പ് ഫീൽ ചെയ്തില്ല. പക്ഷെ ഞണ്ടിൻ്റെ കറിയുടെ ടേസ്റ്റ് ഫീൽ ചെയ്ത്. പക്ഷെ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തപ്പോഴത്തേക്ക് നല്ല സൂപ്പർ എല്ലും കപ്പയായിരുന്നു. എന്നാ ശരി, ഓക്കെ, ബൈ.